ഹായ് മക്കളെ, അപ്പം +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇതെന്തിനാണ് സാർ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്കല്ലല്ലോ, +2കാർക്കല്ലേ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം. അതെ, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു റിയാലിറ്റി സാർ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം +2 സ്റ്റുഡൻസിന് നിങ്ങളെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഉള്ള +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ പബ്ലിക് എക്സാമിൽ ഏത് എക്സാം എഴുതുന്നു, എപ്പോൾ എഴുതുന്നു, അത് തന്നെയാണ് ഏത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമായിട്ട് നിങ്ങളെ ചേച്ചിമാരും ചേട്ടന്മാരും എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റും നിങ്ങളുടെ പബ്ലിക് എക്സാം ഡേറ്റും +2കാരുടെ പബ്ലിക് എക്സാം ഡേറ്റും വെച്ചിട്ടുള്ള +2കാരെ സംബന്ധിച്ച് അവരുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അവരുടെ പബ്ലിക് എക്സാമും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസണാണ് ഇവിടെ. നിങ്ങളിത് മനസ്സിലാക്കുക. റെഡി? പബ്ലിക് എക്സാം നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും, അതായത് +2 സ്റ്റുഡൻസ്, നിങ്ങൾ അടുത്ത വർഷം +2-ലെത്തുമ്പോൾ നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക. ഓക്കെ, സെറ്റ്. അതായത് ഇവിടെ സാറ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളത് മക്കളുടെ എക്സാമാണ്. +2 എന്നുള്ളത് +2ൻ്റെ പബ്ലിക് എക്സാം. ഓക്കെ, അപ്പോൾ മക്കളൊന്ന് നോക്കിയേ. ഫസ്റ്റ് എന്നതാ മാർച്ച് 5-ന് +2-ൽ. ഓക്കെ, ഇപ്പോൾ +2-ലുള്ള കുട്ടികൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ നിങ്ങളെ കൂടെ 5-ന് ഇംഗ്ലീഷ് എഴുതും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറ്റ ദിവസം ഗ്യാപ്പിൽ അവർക്ക് +2 പബ്ലിക് എക്സാം സ്റ്റാറ്റിയുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്റ്റാറ്റി. റെഡി? ഓക്കെ, അത് കഴിഞ്ഞ് ഒറ്റ ദിവസം ഗ്യാപ്പിൽ +1 നിങ്ങൾക്ക് അക്കൗണ്ടൻസി ആണ് അല്ലേ. അതായത് +2-ലുള്ള കുട്ടികൾ അക്കൗണ്ടൻസി, മെജോറിറ്റി കുട്ടികൾ എന്താ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. റെഡി? അവർക്ക് അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണേ. 9-ന്. ഓക്കെ, 9 മൺഡേ മക്കളെ കൂടെ അവരെ അക്കൗണ്ടൻസി ചെയ്തു. റെഡി? അവർ അക്കൗണ്ടൻസി എഴുതി തൊട്ടടുത്ത ദിവസം 10-ന് ചൊവ്വാഴ്ച തൊട്ടടുത്ത ദിവസം 10-ന് അവരെന്താക്കണം, +2-ലെ ബിസിനസ് സ്റ്റഡീസ് ചെയ്യണം. കണ്ടോ? നോക്കിക്കേ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും അവർക്ക് പഠിക്കാനുള്ളൊരു ടൈം ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് നോക്ക്. ഒരു ഗ്യാപ്പ്, 2 സബ്ജക്റ്റ്, അത്രത്തോളം പഠിക്കാനുള്ള 2 സബ്ജക്റ്റുകൾക്കുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, സെറ്റ്. റെഡി? അത് കഴിഞ്ഞ് എന്താണ്, ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ എന്താണ്, ലാംഗ്വേജ് 2-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ്. അതായത് നിങ്ങൾക്ക് ലാംഗ്വേജ് 2 ആണ്. ഓക്കെ, മെജോറിറ്റി കുട്ടികൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ലാംഗ്വേജ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. സ്കിപ്പ്, വിട്ടേക്ക്. അപ്പോൾ ആ ഒരു ദിവസം ഗ്യാപ്പിൽ അവർക്ക് എന്താണ്, തൊട്ടടുത്ത ദിവസം +2കാർക്ക് എന്തുണ്ട്, ലാംഗ്വേജിൻ്റെ സബ്ജക്റ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിൻ്റെയും കഴിഞ്ഞു. എന്താണ്, തൊട്ടടുത്ത ദിവസം അവർക്ക് എന്താ, +1 ഇംപ്രൂവ്മെൻ്റ് ആണ് ഏത്, ബിസിനസ് സ്റ്റഡീസിൻ്റെ. ആണല്ലോ, നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് എഴുതുമ്പോൾ അവർ നിങ്ങളോട് ബിസിനസ് സ്റ്റഡീസ് എഴുതാൻ വരിക. പക്ഷേ തൊട്ട മുകളിൽ അവരെന്താ, ലാംഗ്വേജ് എഴുതി തൊട്ടടുത്ത ദിവസം. ഓക്കെ, സെറ്റ്. റെഡി? ഇതാണ് ആ സിറ്റുവേഷൻ. അതായത് +2 പബ്ലിക് എക്സാം എഴുതുന്നതിൻ്റെ കൂടെ ഓക്കെ, ആ ഒരു ടൈമിൽ ആ +2-ലെ സബ്ജക്റ്റ് പഠിക്കാനുള്ള ടൈം കൂടെ നമ്മൾ എങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, ഒന്ന് നോക്കുക എത്രത്തോളം നമുക്ക് +2 പഠിക്കാണ്ട്. അതിൻ്റെ ഇടയിൽ +1-ലെ നിങ്ങൾ പഠിക്കുന്ന കാര്യം കൂടെ പഠിച്ച് എക്സാം എഴുതി മാർക്ക് കൂട്ടുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വീണ്ടും നോക്കാം. നോക്കിയേ. ഇവിടെ +2 ശ്രദ്ധിച്ചേ. ഇവിടെ +2 24-ന് CA എക്സാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇംപ്രൂവ്മെൻറ്റ് എക്സാം. അതായത് തൊട്ടടുത്ത ദിവസം എക്കണോമിക്സിൻ്റെ എക്സാമാണ്. എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടിങ്ങിയില്ലേ, CAക്ക് തന്നെ എത്ര പഠിക്കാനുണ്ട്. അത് പഠിക്കേണ്ട സമയം കൊണ്ട് ഓക്കെ, അത് പഠിക്കാൻ മുൻപ് സമയമില്ല. കാരണം അതിൻ്റെ തൊട്ട് മുൻപ് എക്കണോമിക്സിൻ്റെ +2കാർ എക്സാമാണ്. അപ്പോൾ എക്കണോമിക്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം CA വരുന്നത്. എക്കണോമിക്സും പഠിക്കാനുണ്ട്, CAയും പഠിക്കാനുണ്ട്. ഓക്കെ, ആ രണ്ടും പഠിക്കുന്നതിനിടയിൽ +1 ഇമ്പ്രൂവ് ചെയ്യാൻ, എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എക്കണോമിക്സിന് വേണ്ടി അവർക്ക് പഠിക്കാൻ പറ്റുക 25-ാം തീയതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റെഡി? അതും കഴിഞ്ഞു. ഓക്കെ, 25 എക്കണോമിക്സും കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം നോക്ക്, +2 അക്കൗണ്ടൻസി എക്സാം 26-ന്. +2 അക്കൗണ്ടൻസി എക്സാം 26-ന്. അതായത് അവസാനത്തെ ദിവസം, കുറച്ച് ദിവസം 19. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 19 കഴിഞ്ഞിട്ട് 23 വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ 23 വരെ അവർക്ക് എന്താ, CA പഠിക്കണം. അതിന് ഉള്ള ടൈമും കൂടെ എക്കണോമിക്സിന് കൊടുത്താൽ, +1 എക്കണോമിക്സിന് കൊടുത്താൽ CAക്ക് മാർക്ക് ഇല്ലാണ്ടാവും, എക്കണോമിക്സിന് മാർക്ക് ഇല്ലാണ്ടാവും. ഇനി എക്കണോമിക്സ് എഴുതി ഒരു ദിവസം ഗ്യാപ്പ് ഇല്ലാണ്ട് അവർക്ക് അക്കൗണ്ടൻസിയാണ്. പെട്ടോ?
ഇതാണ് ആ റിയാലിറ്റി, നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അക്കൗണ്ടൻസി കഴിഞ്ഞതാ തൊട്ടടുത്ത ദിവസതാ ഇമ്പ്രൂവ്മെൻറ്റ് +1 മാത്സ് ഉള്ള കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസതാ വീണ്ടും +2 ഇംഗ്ലീഷ് എക്സാം. എന്താ സ്ഥിതി? ഇത് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഇത് അടുത്ത വർഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, +1 നന്നായിട്ട് പഠിച്ച് ഓരോ സബ്ജക്റ്റിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ +2 ഇങ്ങനെയുള്ള ഇത്രയും ടൈറ്റായിട്ടുള്ള ഒരു ടൈം ടേബിളിൻ്റെ ഉള്ളിൽ കൂടി ഇരുന്ന് പഠിക്കുന്നതാണോ ഏറ്റവും നന്നാവുക? +2 മാർക്കും പോവും, +1 മാർക്കും പോവും, അവസാനം ഒന്നും ഇല്ലാതാവും. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. സോ മാക്സിമം ഇംപ്രൂവ്മെൻ്റ് എക്സാം ഇല്ലാതാക്കാൻ, ഓക്കെ, മാക്സിമം മാർക്ക് നിങ്ങൾക്ക് +1 സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. കാരണം +1 സ്റ്റുഡൻസിന് ടൈമുണ്ട്. ഡിസംബർ ഉണ്ട്, ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഉണ്ട്, ഫെബ്രുവരി പകുതിക്ക് എന്നാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജനുവരിയും ഡിസംബറും നിങ്ങളെ മുന്നിലുണ്ട്. പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് സെറ്റാക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. അത് യൂസ് ചെയ്യുക, അത് യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സെറ്റ്. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഈ ഒരു റിയാലിറ്റി ഇതിൽ കൂടുതൽ, ഓക്കെ, സാർ ആദ്യം മുതലേ പറയുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ ടൈം ടേബിൾ വന്നപ്പോൾ അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരാൻ പറ്റി. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. റെഡി? ബൈ.